ആമേൻ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് അത്ഭുതങ്ങളെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എന്ന വിഷയമാണ്. അതിനകത്തില് ഈ 18-ാം അധ്യായത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 അത്ഭുതങ്ങളെ കുറിച്ച് കാണാം. അതിനകത്തിലെ ഒന്നാമത്തെ അത്ഭുതം ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നതാണ്. അതിലേക്കാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പേ ഞാൻ അനുഗ്രഹത്തെ കുറിച്ചുകൂടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ പെന്തക്കോസ് കോളത്തിലും പിന്നെ നമ്മുടെ ക്രിസ്തീയ ആത്മീയ കോളത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് പുതിയ നിയമത്തിൽ ഭൗതികമൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, ആത്മീകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുപോകുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടേക്കുന്നത്? ആരെങ്കിലും പറഞ്ഞേ? യെസ്, അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടേക്കുന്നത്? അത് ശരിയോ തെറ്റോ? അത് ശരിയോ തെറ്റോ? തെറ്റാണെങ്കിൽ, തെറ്റല്ല ശരിയാണെന്നുണ്ടെങ്കിൽ മുമ്പേ കർത്താവിന്റെ ദാസി പാടിയ ഒരു പാട്ടുണ്ട്. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാൻ എന്ന് പറഞ്ഞ പാടിയത്. അപ്പൊ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ഭൗതികമാണോ പറഞ്ഞത് അതോ ആത്മീയമാണോ പറഞ്ഞത്? ഭൗതികമാണ്. പിന്നെ ആ ദൈവത്തെ പിന്നെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ആ ദൈവം വേണോ ഈ ദൈവം വേണോ? ദൈവങ്ങളെ, ഭൗതികമില്ലാത്ത ആത്മീയമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വേണമെങ്കിൽ അത് ഭൗതികമുണ്ടോ ഇല്ലയോ എന്നൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാം എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരാഴ്ചയിൽ, ഈ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച മുതൽ ഞാൻ ബൈബിളിനകത്ത് ഒരു കാര്യമാണ്, നമ്മുടെ ബർത്ത് റൈറ്റിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ഒരു വാക്യം വായിച്ചപ്പോഴാണ് എനിക്ക് ഞാൻ ഈ പഠിച്ചു വെച്ചതിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വന്നു. റോമാലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവാസികളും തന്നെ. നാം അവനോടുകൂടെ മതി. ദൈവത്തിന്റെ അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, മനസ്സിലാക്കി തരാനും ഇപ്പൊ പോകുന്നില്ല, സമയമില്ല. 2, ക്രിസ്തുവിന് കൂട്ടവകാശി. അപ്പൊ ഇത് മാത്രമല്ല, പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതൊന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അതോ ജാതികൾ വിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. നിങ്ങൾ എത്ര പേര് വാഗ്ദത്തത്തിന് പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? വാഗ്ദത്തത്തിനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറയുന്നവരല്ലയോ കൂടുതലുള്ളത്? ആണോ അല്ലയോ? ആണോ അല്ലയോ? അതെ അതെ. പിന്നെ ഭൗതികമില്ല എന്ന് പിന്നെ പറയുന്നതിന്റെ അർത്ഥം എന്തോ? നമ്മളെ ഈ ഇരട്ടത്താപ്പെന്നോ അല്ലെന്നുണ്ടെങ്കിൽ 2 തോണിയിലും കാലി ഔട്ടാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാ? വാഗ്ദത്തം ആർക്കാ കൊടുത്തേക്കുന്നത്? അബ്രഹാമിന്, അല്ലയോ? നിങ്ങളെല്ലാം സുവിശേഷം കേൾക്കാൻ തുടങ്ങി ഉടനെ ആദ്യം ഉപദേശി എന്ന് പറഞ്ഞത് അബ്രഹാമിനോട് പറഞ്ഞ കാര്യമായിരുന്നു. അബ്രഹാമിന്റെ 12-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിപ്പിച്ചായിരുന്നോ? സുവിശേഷം കേട്ടാൽ 12 ആദ്യം ഉപദേശി വായിപ്പിച്ചതാണോ? ആരെങ്കിലും പറഞ്ഞേ ആണോ? ജെയിംസ് പാസ്റ്ററെ ആദ്യം നമ്മൾ അതല്ലേ പറയുന്നത്? ആണോ അല്ലയോ? അതൊന്ന് വായിച്ചേ, 1 മുതൽ 3 വരെയുള്ള വാക്യം. 12-ന്റെ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മോനച്ചൻ ബ്രദറെ, ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോനച്ചൻ ബ്രദർ അപ്പനെയും അമ്മയും വിട്ട് ദേശത്തെയും വിട്ട് ചാർച്ചക്കാരെയും വിട്ട് വന്നു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുമെന്നൊക്കെ ഉപദേശി പറഞ്ഞില്ലേ? നിങ്ങളോടും പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞായിരുന്നു? മനഃപൂർവ്വമായിട്ട് പറഞ്ഞായിരുന്നു.
പറഞ്ഞു. പിന്നെ വന്നു കഴിഞ്ഞ ഉടനെ വന്നു കഴിഞ്ഞ ഉടനെ പറയാണ് ഭൗതികം ഒന്നും ഇല്ല, ആത്മീകം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെന്ത് എന്തോ ഇവർ പറയുന്നത് എന്തോ? ഒന്നീ സത്യം പറയണം, അല്ലെങ്കിൽ എന്തോ ചെയ്യണം, നിങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് പറയണം. ഈ പെന്തക്കോസ്തിൽ നടക്കുന്ന എല്ലാ അന്യായങ്ങളും ഇത് തന്നെയാണ്. മനുഷ്യനെ കബളിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കള്ളത്തരത്തിന് നിൽക്കരുത്. ഭൗതികം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയണ്ടായോ? അറിയണോ വേണ്ടായോ? അറിയണോ? അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടായോ? കർത്താവിന്റെ ആശയ്ക്ക് വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീട് ഇല്ലാതെ അങ്ങനെ താമസിക്കാൻ പറ്റുന്നത്? മരച്ചോട്ടി പോയി കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു കുടുംബമായ ഭവനം വേണ്ടായോ? ഒരു മനുഷ്യനായ വീട് വേണ്ടായോ? വേണം. അപ്പൊ ദൈവമല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്? അയ്യോ അത് ഭൗതികമാണ്, അതുകൊണ്ട് അതില്ല. പിന്നെ ആർക്കാ ഉള്ളത്? ഈ പറയുന്ന പ്രസംഗിക്കുന്ന ഉപദേശിമാർക്കെല്ലാം വേണം, നിങ്ങൾക്ക് അറിഞ്ഞും വേണ്ട. അതാണോ അതിന്റെ അർത്ഥം? വായിച്ചാട്ടെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അപ്പൊ സ്നാനപ്പെടാതെ ഇതും പറഞ്ഞു പഠിപ്പിക്കുന്നില്ലയോ? ഉണ്ടോ മാമേ? ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ ആരുടെ സന്തതിയാ? അബ്രഹാമിന്റെ സന്തതി. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്തുവായിരുന്നു? ഭൗതികവും ആത്മീയവും? ഭൗതികം. അപ്പൊ വാഗ്ദത്തത്തിന് അവകാശികളാക്കി തീർത്തോ നമ്മളെ? ഭൗതികത്തിന് തീർത്തു. അല്ല, പച്ചയായിട്ട് എഴുതി വെച്ചിട്ടും പിന്നെ പറയുന്ന ഭൗതികം നമുക്ക് ഇല്ല. അങ്ങനെയല്ലേ ഉമ്മ മറിയ ഭാഷ നമ്മളെ പഠിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ? ഇനി അതിന്റെ 6 മുതൽ 9 വരെ ഒന്ന് വായിച്ചേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ല. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അപ്പൊ സുനിയുടെ മോന് ജോലി കിട്ടുമോ? പിന്നെ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയല്ലയോ? പിന്നെ പോരായോ? അബ്രഹാമിനോടുകൂടി വിശ്വാസേ, അബ്രഹാമിനോടുകൂടി നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്നേ. ദൈവമക്കളെ, നിങ്ങൾ ഈ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോകാതെ സംശയമാണ് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചോളെന്ന്. എടാ, എനിക്ക് അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പക്ഷേ പെന്തക്കോസ്തിലെ ഉപദേശിമാർ പറയും ഭൗതികം മാത്രമേ ഉള്ളൂ, ആത്മീയം മാത്രമേ ഉള്ളൂ, ഭൗതികം ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നമ്മളെ എന്താ ചെയ്തിരിക്കുക? മൂടിക്കെട്ടി ഒരു ഓണിക്ക് മാറ്റിയിട്ടിരിക്കുക, ശാപത്തിന് കീഴിലാക്കിയിട്ടിരിക്കുക. എന്നിട്ട് പറയാണ് അയ്യോ, പിന്നെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ, അബ്രഹാമിനോടുകൂടി ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം കൂടെ ഉള്ളതാൻ എന്നൊരു പാട്ട് പാടിയില്ലായിരുന്നു ഇന്ന് കർത്താവിന്റെ ദാസി? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പാടിയത്, ദൈവാത്മാവ് തോന്നിച്ചിട്ടല്ലേ കർത്താവിന്റെ ദാസി പാടിയത്. ദൈവമക്കളെ, നമ്മൾ ഈ പാട്ടും പ്രാർത്ഥനയും ഒക്കെ വളരെ ശ്രദ്ധിച്ചോണം. ഇന്ന് രാവിലെ ഒരു പാട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്, എനിക്ക് പ്രത്യേക ഓർമ്മ വന്നു. ഈ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം വേറൊരാൾ പറഞ്ഞു, അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് രണ്ടാമത്തെ വരവ് വന്നിട്ട് യെരൂശലേമിൽ ഇരുന്ന് ശിഷ്യന്മാരും കൊണ്ടിരുന്ന് രാജ്യം ഭരിക്കും. നമ്മളെല്ലാം എവിടെയായിരിക്കും? നമ്മളെല്ലാം സഭ മുഴുവനും സ്വർഗത്തിലായിരിക്കും. എന്തൊരു കളിയാന്ന് നോക്കണം. നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയേച്ച് കർത്താവും ശിഷ്യന്മാരും എവിടെ ഇരിക്കും? ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ അത് പഠിച്ചു വെച്ചേക്കുന്നത് ആണോ അല്ലയോ? ആണോ? എല്ലാവരെയും മോഹൻലാലിലാണെന്ന് തോന്നുന്നു, അല്ലയോ കൊച്ചുമോൾ സിസ്റ്ററെ? അപ്പൊ
ചെറിയതാറ് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പുത്തേനാമേറുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദം ഇല്ല. എന്നിട്ടാ എന്നിട്ട് പിന്നെ അവനോടൊത്ത് നമ്മൾ എന്ത് ചെയ്യും? എന്നെങ്ങനെയാ പാടുന്ന? ഒന്ന് രണ്ട് പരിപാടി എന്ത് ചെയ്യ പാടുന്ന സൗകര്യം പോയോ? പുത്തേനാമേറുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ മാഞ്ഞു പോകുന്നേ കഷ്ടാത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സ്വർഗീയ വീട്ടിൽ നാം കിരീടങ്ങൾ വാങ്ങിക്കുന്ന രാജരാജനേശുവോട് കൂടെ വാഴുമേ. രാജരാജൻ യേശുവിനോട് കൂടെ വാഴുവെന്നും പാടും. എന്നിട്ട് പറയാം ഞങ്ങൾ സ്വർഗത്തിൽ പോയിരിക്കും, നിങ്ങളെല്ലാം അവിടെ കർത്താവും ശിഷ്യന്മാരും പിടിപ്പിക്കുമെന്ന്. ഇതെന്തോ ഒരു പഠിപ്പീരയാണെന്നറിയാം. മനുഷ്യനെ മുഴുവനും വട്ടുപിടിപ്പിക്കുന്ന പരിപാടി കൊണ്ട് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ എന്തോ ചെയ്യണം? ഉറച്ചു നിൽക്കണം. നമുക്ക് കർത്താവിനോട് കൂടി വാഴണം. വേണോ വേണ്ടായോ? വേണം. നമുക്ക് ആത്മീയവുമുണ്ട്, ഭൗതികവുമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ദൈവത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ മഴ പെയ്യിക്കാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. ദൈവത്തിന് ഇപ്പം മഴ പെയ്യിപ്പിക്കണം. കാരണം എന്താ പറയുക, 3 വർഷമായി മഴ പെയ്യാതെ ഈ മഴയെല്ലാം ഇവിടെ കെട്ടിക്കിടക്കുക, ആകാശത്തില് കെട്ടിക്കിടക്കുക. അത് ഭൂമിയിലോട്ട് ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇല്ല. അപ്പൊ കർത്താവ് വന്ന് പറയുന്ന നോക്കിയാണ്. അതിന് 18 1, 2, 3 വാക്യം വായിച്ചാണ്. 7 നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിനോട് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമരിയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാബ് തന്റെ ഗൃഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. അപ്പം ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പൊ ആഹാബിനോട് നീ എന്ന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ മഴ പെയ്ക്കുക. എന്തിനാണ് ഏലിയാവിനോട് അനുവാദം ചോദിച്ചത്? ഏലിയാവാണ് ഈ മഴയെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്, ആണോ അല്ലയോ? അതെ അതെ. അപ്പൊ ഇനി ദൈവത്തിന് ആരുടെ അനുവാദം വേണം? ഏലിയാവിന്റെ അനുവാദം വേണം. നിങ്ങൾ പറയുന്ന കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കർത്താവ് എന്ത് കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമുള്ളവന് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലെന്നേ. ഭൂമിയിൽ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ആര്? ഏലിയാവ്. ഇനി അത് തുറക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഏലിയാവ് തന്നെ വേണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഭൂമി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യത്തില്ല? സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എന്നെ പോകുന്നിടത്തൊന്നും ശരിയാകുന്നില്ല, അവിടെ ചെന്നാലൊന്നും ശരിയാകുന്നില്ല, ഇവിടെ പോകുന്നിടത്തൊന്നും ശരിയാകുന്നില്ല. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയായിരുന്നു പ്രശ്നം, അങ്ങനെയായിരുന്നു പ്രശ്നം. അപ്പം നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യും? നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം നള്ളിഫൈ ചെയ്യിപ്പിക്കും. ഞങ്ങൾ ഡോക്ടറെ എടുക്കാൻ പോയി, ആ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, ആ അസുഖമാണ്, എനിക്ക് മൂക്കപ്പനിയാണ്, ചങ്കപ്പനിയാണ്, അതെല്ലാം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ദൈവം പറഞ്ഞ വാക്കുകളെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനെല്ലാം നള്ളിഫൈ ചെയ്ത് നമ്മൾ ഇല്ലാതെയാക്കും. അങ്ങനത്തെ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കാനായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ കാണത്തുള്ളൂ. അത്ഭുതങ്ങളെ കാണുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഏലിയാവ് എത്ര നേരം പ്രാർത്ഥിച്ചു, എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇവരെ ഡയലോഗുകൾ പറയും, ഏലിയാവിന്റെ വിറപ്പിച്ചൊക്കെ പ്രസംഗിക്കാൻ നിങ്ങൾ ആഞ്ഞ് കൈയടിക്കും, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ തലയിലോട്ടൊന്നും കയറത്തുമില്ല. വല്ലതും കയറണമെന്നുണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ. ഇവിടെ ആഹാബ് ഉപദ്യാവിനോട് പറഞ്ഞു, മോനെ നീ എന്ന് പറയടാ, ഞാനിവിടെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ ഉപദ്യാവ് പറയാം, ഇല്ലയോ എന്റെ പന്നാശാനെ, ഞാൻ പറയത്തില്ല, ഞാൻ പറഞ്ഞു വേണം അവൻ എന്റെ തല കൊയ്യാനായിട്ട്. ഏലിയാവും ആഹാബും ഇസബേലും ആളെക്കാരെ വിട്ട് നിന്നെ തപ്പാനായിട്ട് കണ്ടു കിട്ടുന്നതോട് നിന്നെ തട്ടാൻ ഞാൻ നടക്കുകയാണ്. അപ്പൊ ഞാൻ നിന്നെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ തല തട്ടിക്കളെ, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഏലിയാവ് പറയുന്നത് എന്നാ അറിയാം? എന്താ യഹോവയാണ്. അതൊന്ന് വായിച്ചായിട്ട് നിങ്ങൾ നോക്കിക്കോണേ. അങ്ങനെ ഇരിക്കുക, നീ എന്ന യജമാന്റെ 15-ാമത്തെ വാക്യം. അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് ഞാൻ, ഇന്ന് അവനെ എന്നെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞിട്ടാണ് കാണാൻ പോകുന്നത്?
തന്റെ ദൈവം പറഞ്ഞ് താൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അത് അങ്ങനെ എന്നിട്ട് പറഞ്ഞു. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ. അതിന്റെ അടുത്ത വാക്യം. അങ്ങനെ ഏലിയാവെ കണ്ടപ്പോൾ അല്ല അങ്ങനെ അറിയിച്ചു. ആഹാബ് ഏലിയാവെ കാണാൻ ചെന്നു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ഇത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞ, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീ നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്? ഈ ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് കവനന്റ് ആണ്. എന്താണ് ബുക്ക് ഓഫ് കവനന്റ്? നിയമത്തിന്റെ പുസ്തകമാണ്. ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിയമപ്രകാരമേ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ആ നിയമപ്രകാരം അടുത്ത് എല്ലാവരും പഠിക്കണം. ദൈവം ഒരു വ്യവസ്ഥ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയുടെ പുസ്തകമാണ് ബൈബിൾ. ആ ബൈബിളും പ്രകാരം മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഈ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ കർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഒന്നും നിങ്ങൾ ശ്രമിക്കണ്ട. വ്യവസ്ഥയുണ്ട്. എൻ്റെ മോന് എന്നോട് പറഞ്ഞു, പാപ്പ എനിക്ക് 4 പിള്ളേരുണ്ട്, എനിക്കിപ്പോൾ താമസിക്കുന്ന വീട് 3 റൂം ബെഡ്റൂമാണ് ഉള്ളത്. അപ്പം 2 ആണും 2 പെണ്ണുമാണ് ഉള്ളത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പ്രായമായി വരുന്ന ഉടനെ അവർക്ക് എന്തോ വേണം. ഈ 3 മുറി കൊണ്ട് മതി പറ്റുമോ? 2 മുറി കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അവർക്ക് പിന്നെ എത്ര വേണം? 5 മുറി കുറഞ്ഞതെങ്കിലും വേണം. വേണ്ടായോ? ഞാൻ ചോദിച്ചു, ആരാ കുഞ്ഞുങ്ങളെ തന്നതാരാ? അപ്പൊ ആ ദൈവത്തിന് അറിയത്തില്ലയോ നിനക്ക് താമസിക്കാൻ മുറിയും വേണമെന്നുള്ളവർ വീടും വേണമെന്നുള്ളവർ അറിയത്തില്ലയോ? അറിയാമോ അറിയത്തില്ലയോ? അറിയാം. ഇന്നലെ സാജു ബ്രദറിന്റെ മോനെ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ 2ാമത്തെ മോനെ കണ്ടുണ്ട്, നിങ്ങളുടെ ഇതാണ് 2ാമത്തെ മോൻ, യോഗ്യനായിട്ടൊരു പയ്യൻ. അപ്പൊ അവന്റെ പഠിത്തത്തിന് വേണ്ടി അവൻ സകല കാര്യങ്ങളും ഏർപ്പാട് ചെയ്തു ഒറ്റയ്ക്ക്. ലോൺ മുഴുവനും എടുത്തു. നമ്മളാണ് ഇവിടെ അപ്പന്റെ വീതം പുരയിടോ എല്ലാം വീടും പരിച്ച എല്ലാം എന്താ ചെയ്തോണ്ടിരിക്കുകയാണ്. പലിശയ്ക്ക് വെച്ചാൽ വീടുകൊണ്ടിരിക്കുന്നത്. അവൻ ഒരു ഉന്തവും പലിശയ്ക്ക് വെച്ചില്ല, ഒരു ഉന്തവും ഈട് വെച്ചില്ല. എല്ലാം ഗവൺമെന്റിൽ നിന്ന് അവൻ നേടിയെടുത്തു. എന്താ കാര്യം? അങ്ങനെയായിരുന്നു. ഗവൺമെന്റിൽ നിന്ന് എന്തെല്ലാം നമുക്ക് അനുവദനീയമാണോ അതെല്ലാം അവൻ വാങ്ങിച്ച് എടുത്തു. എന്തോ ഉപയോഗിച്ചതിന്? നിയമം ഉപയോഗിച്ചു. അതിന് ബുദ്ധി ഉപയോഗിച്ചു. നമ്മളെ കീഴിഞ്ഞ ബുദ്ധി എന്താണെന്നറിയാം. നമ്മളെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് കൊടുത്തതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനായിട്ട് നടക്കുക. അതാണ് നമ്മുടെ പ്രശ്നം. ദൈവമക്കളെ, ദൈവത്തിന്റെ നിയമത്തിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഇപ്പൊ ഏലിയാവ് എന്താ ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിയമപ്രകാരമാണ് അടുത്ത് ചെല്ലേണ്ടത്. അങ്ങനെയാണ് അടുത്ത് ചെല്ലേണ്ടത്. അവിടെ നോക്കണം. അങ്ങനെ അതിനുശേഷം പിന്നെ പറഞ്ഞ കാരണം ഞാനല്ല നീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നീ ആളയച്ച് എല്ലാ ഇസ്രായേലും 450 ബാലിന്റെ 450 പ്രവാചകനും ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേലിൽ എന്റെ അടുത്ത് കൂട്ടിവരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളെയും അവന്റെ അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. എത്ര പ്രവാചകന്മാർ വന്നു? 850. ഒരുപാട് ഉപദേശിമാര് പറയാറുണ്ട് 450 പേരെ കൊന്നുള്ളൂ, 400 പേരെ കൊന്നില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം അങ്ങനെ പറയുന്നവർ ഒത്തിരിയും പേരുണ്ട്. എത്ര പേരെ കൂട്ടിവരുത്താനാ പറഞ്ഞത്? 850 പേരെ. 850 പേരെ കൂട്ടിവരുത്തി. 850 എണ്ണത്തിനെ ആര് തട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഏലിയാവ് തട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ബൈബിളിനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ ഈ ആവശ്യമില്ലാത്തതിന് പിന്നാലെ ഒന്നും എന്ത് ചെയ്യരുത്, ചെകഞ്ഞു പിടിക്കാനായിട്ട് പോകരുത്. എന്നിട്ട് കൂട്ടി വരുത്തി. അതിന് ആഹാബ് ഇസ്രായേൽ മക്കളെ എന്റെ അടുക്കൽ അയാൾ അയച്ചു കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്നു സർവ്വജനത്തോട്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള എത്ര കാലം ഈ 2 തോണി കാൽ കെട്ടി നടക്കും? ഒന്നുകിൽ ദൈവമാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഞാനാണ് കറക്റ്റ്. ദൈവത്തെ നമ്മൾ അനുസരിക്കാനായിട്ട് പഠിക്കണം. ഇന്ന് മുതൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എടുത്ത തീരുമാനം, ഞാൻ കർത്താവിനെ അനുസരിക്കും എന്നുള്ള തീരുമാനം എടുത്ത പോലെ ഞാൻ ദൈവത്തെ അനുസരിക്കും. ആ ഒരു തീരുമാനത്തെ പോകണം.
അതിന് കൊണ്ട് നിങ്ങളുടെ ഈ പ്രാർത്ഥന ലംബായി ചൗടായി പ്രാർത്ഥന എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചു കേൾപ്പിച്ചു, അതൊന്നുകൂടെ വായിച്ചു. നിങ്ങൾ എല്ലാവരും ഒന്ന് വീണ്ടും വീണ്ടും വായിച്ചോണം. മത്തായി 23:13 ഒന്ന് വായിച്ചാട്ടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതും ഇല്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുപ്പമേറിയ ശിക്ഷാവിധി വരും. ഏത് ഹേതുവായിട്ടാ? ഈ പ്രാർത്ഥന ഹേതുവായി. എന്തെങ്കിലും പ്രാർത്ഥന? ഉപായ രൂപേണയുള്ള പ്രാർത്ഥന ഉണ്ടോ? ദീർഘമായി ഉപായ രൂപേണ ദീർഘമായി പ്രസംഗിച്ച് പ്രാർത്ഥിക്കുന്നവർ വരെ ഉണ്ടെന്നേ. ഈ ഒരുപാട് പ്രാർത്ഥന അല്ലെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആളാണ് ജോണേശ്വർ പാസ്റ്റർ. ഉദ്യോഗത്തെ ചോദിച്ചാൽ അറിയാമോ? ആരെങ്കിലും ഉപദേശിമാരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രസംഗിച്ച് പ്രാർത്ഥിച്ചു കളയും. ഇവിടെ ലീഡ് ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട്. ഇവിടെ പ്രാർത്ഥന ഒന്നും നിർത്തിയിട്ട് വേണ്ടായോ? അവർക്ക് എന്ത് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? കടുപ്പമേറിയ ശിക്ഷാവിധി. അപ്പൊ നമുക്കത് വേണോ? നിങ്ങൾക്ക് എത്ര പേർക്ക് വേണം അങ്ങനത്തെ ശിക്ഷാവിധി? വേണ്ട വേണ്ട. അപ്പൊ ലിമിറ്റ് ചെയ്താൽ പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ഓക്കെ. ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോട് എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഏലിയാവ് ജനത്തോട്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരെ 450 പേരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 2 കാളയെ ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് കണ്ണമായി വിറകിന്മേൽ ഇറക്കി വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീ ഇടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങളുടെ ദേവന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം, ഇവരുടെ ദൈവം എങ്ങനത്തെ ദൈവമാണെന്നറിയാം? തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, എന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവരങ്ങനെ കാളയെ ഒരുക്കി അവര് ബാലിനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. അവരെന്തെല്ലാം പരിപാടികൾ ചെയ്തെന്നാണ് അതിനകത്തൊന്ന് വായിച്ചേ മാമേ, ഒന്ന് വായിച്ചേ. 27-ാമത്തെ വാക്ക്, 27-28. അങ്ങനെ ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്ക വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കായിരിക്കും, അല്ലെങ്കിൽ വെളിക്ക് ആകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു. അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുക്കോളും വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. വാളുകൊണ്ടും കുന്തം കൊണ്ട് മുറിവേൽപ്പിക്കുന്ന വാവുണ്ട്. ഇവിടെ വായക്കൂടെ ശൂലം ചെറ്റി ഇറക്കി, പിന്നെ എന്തെല്ലാം പരിപാടികൾ, നാക്കൂടെ ശൂലം കയറ്റുന്നു, എന്തെല്ലാം പരിപാടികളുണ്ടെന്നറിയാമോ? നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഹിന്ദുക്കളില്ലാത്തത് കൊണ്ട്, മുസ്ലിങ്ങളില്ലാത്തതുകൊണ്ട് ഹിന്ദുവിന്റെ പരിപാടികളൊന്നും അറിയത്തുമില്ല, മുസ്ലിമിന്റെ പരിപാടിയും അറിയത്തില്ലായിരുന്നു. പുത്തൻകിടാവ് ദേശത്തെ ഒരു പ്രത്യേകത എന്നാന്നറിയാം, യാക്കോബക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ജാതി എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ സൗദി അറേബ്യയിൽ 26, 27 വയസ്സുള്ള സമയത്താണ് അറിയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുന്ന അന്നാണ്. അതുവരെ മുസ്ലിമിനെ അറിയത്തില്ലായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവത്തോട് ചേർന്നിരിക്കാൻ. ദൈവം, ഹി ഈസ് ദ ഗോഡ് ഓഫ് കവനന്റ്. ദൈവം കവനന്റിന്റെ ദൈവമാണ്. അവന്റെ കവനന്റിൻ പ്രകാരമേ കർത്താവ് ഏത് കാര്യവും നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. നമ്മളോട് എന്താ കവനന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നല്ലതുപോലെ അറിയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച കവനന്റ് വായിച്ച് കേൾപ്പിച്ചതാണ്. അപ്പൊ നമ്മളോട് ഓരോ കവനന്റും ഇതിനകത്തിലുണ്ട്. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് മുഴുവൻ കൽപ്പനയാണ്. കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാം എന്താണ്? കൽപ്പനയാണ്. അപ്പൊ ആ കൽപ്പന അനുസരിക്കാൻ നമ്മളെല്ലാവരും എന്താണ്? ബാധ്യസ്ഥരാണ്. ഇതിവിടെ വെച്ചുകൊണ്ട് തന്നെ യോഹന്നാൻ 3:36 വായിച്ചാണ്. ജോൺ 3:36.
ആ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഉം. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഉം. അപ്പൊ നമ്മൾ നമ്മൾ അനുസരിക്കണോ അതോ വിശ്വസിച്ചാൽ മാത്രം മതിയോ? അനുസരിക്കണം. അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അനുസരിക്കുകയാണോ ചെയ്യുന്നത്, അനുസരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അനുസരിപ്പിക്കുക അനുസരിക്കുക നമ്മള്. അനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? അനുസരിക്കുന്നവരെല്ലാം ഒന്ന് കൈ പൊക്കിക്കാട്ട്. സ്തോത്രം. നമ്മൾ അനുസരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് ചേഞ്ച് നിങ്ങൾ വരുത്തണം. ഞാൻ കർത്താവിനെ അനുസരിക്കും, കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യും. കർത്താവിനോട് നിന്റെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. നിന്റെ സിറ്റുവേഷൻ കർത്താവിന് നല്ലതുപോലെ അറിയാം. അപ്പൊ നമ്മുടെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യേണ്ട ജോലി നമ്മുടേതാണ്. എവരി സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ പ്രതികൂലത്തെ നിങ്ങൾ മാറ്റിയെടുക്കണം. അല്ലാതെ ദൈവത്തോടല്ല പറഞ്ഞ് മാറ്റാൻ പറയേണ്ടത്. അങ്ങനല്ല ദൈവം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കവലിനകത്ത് അങ്ങനെ ഇല്ല പരിപാടികളൊന്നും. സർവ്വതും നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. സകലവും നമ്മുടെ കാൽ കീഴാക്കി തന്നിരിക്കുകയാണ്. നമ്മൾ അതിന്മേൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തോട് മാറി നിൽക്കാൻ പറയണം. എന്റെ കുഞ്ഞിന് വിവാഹം മുടക്കി വെച്ചിരിക്കുന്ന ദുഷ്ടശക്തി മാറി നിൽക്കാൻ പറയണം. ജോലി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്ന പൈശാചിക ശക്തി മാറി നിൽക്കട്ടെ. മക്കളെ, നമ്മൾ ഈ ചർച്ച കളിയുള്ള ആരെങ്കിലും ഇതിനകത്ത് ചർച്ച കളിക്കുന്നുണ്ട്, ചർച്ച കളിക്ക് പോകരുത്. ദൈവത്തെ ഓർത്ത് കാല് പിടിച്ച് പറയുക, പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബം നശിച്ചു പോകത്തേ ഉള്ളൂ. നിങ്ങളെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയുള്ളൂ. ഈ ലോകത്ത് നമ്മൾ ഒരു കാര്യവും നേടിയെടുത്തിട്ട് ഒന്നും കൊണ്ടുപോകാനായിട്ട് പോകുന്നില്ല. അവിടെ ദൈവത്തെ അനുസരിക്കുക. ഇവിടെ എന്തായിരുന്നു? ഇവര് ശബ്ദം ഉണ്ടാക്കി എന്തെങ്കിലും ദൈവം പ്രവർത്തിച്ചോ? ഇല്ല. ഏലിയാവ് ഇനി പറയുന്നതാണ്, ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വന്നപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ്, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ സർവ്വജനത്തോടും പറഞ്ഞു. അവൻ സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ വന്നു ചേർന്നു. പാകപീഠം നന്നാക്കി. ഇടിഞ്ഞു കിടന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവലന്യം പ്രകാരമാണ് ആരാധിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? നിയമപ്രകാരം. അപ്പൊ ദൈവസന്നിധി നമ്മൾ എപ്പ ചെന്നെന്ന് പറഞ്ഞാലും യു ഹാവ് ടു ബ്രിങ് ദ കവനന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. കർത്താവേ, നിന്റെ കവനന്റിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അതിൻ പ്രകാരം ഞാൻ നിന്റെ സന്നിധി വരുന്നു. ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വാക്യം വായിച്ചാണ്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. ഇതിനകത്തിലുള്ള എന്ത് ചെയ്യാ, പുള്ളിയെ വന്നിട്ട് പോയോ? അതുകൊണ്ട് തോമസ് വാസ് 26:9. ഞാൻ നിങ്ങളെ കടാക്ഷിച്ചു, സന്താന സമ്പന്നനാക്കുകയും നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഒരാൾ ഗുരുവുറുക്കുകയും ചെയ്തു, ഒരാൾ വായിക്കുകയും ചെയ്തു. ഒരാളായിട്ട് വായിരുന്നാൽ ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഇതിനകത്ത് തോമസ് സക്രിയ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടോ? അക്കുളമായിട്ടുള്ള കണ്ടോ? ഇതിനകത്തില് ഫോണിനകത്ത് ഒരാളെ കണ്ടോ? തോമസ് സക്രിയ എന്ന് പറഞ്ഞ ഒരാളെ അതിനകത്ത് ഇരിക്കുന്നത്. ഈ പുള്ളി സുഖമില്ലാതെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ എന്നെ വിളിച്ചു വെച്ചാൽ കർത്താനാഥനെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന സമയത്ത് എൻ്റെ മോനെ വിവാഹം കഴിച്ചിട്ട് 10-15 വർഷമായി, ഇതുവരെയും കുഞ്ഞുങ്ങളില്ല, അവൻ പാസ്റ്ററാണ്, ബോംബെയിലാണ് താമസിക്കുന്നതെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത 3 മാസം കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് കുഞ്ഞ് അവനുണ്ടായി. അതിനുശേഷം ഇദ്ദേഹം ഇവിടെ വരികയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തതാണ്.
എത്ര വാക്യമുണ്ട്? എന്താ എഴുതിയിരിക്കും? ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി നിങ്ങൾ. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാണ്ട്. ഇംഗ്ലീഷ്. Yes, Pastor. For I will look on you favorably and make you fruitful, multiply you, and confirm my covenant with you. This is the one. I will confirm my covenant with you. അപ്പൊ ദൈവം പ്രവർത്തിക്കുന്നത് കവനന്റ്. ഈ കവനന്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതികൾക്ക് വ്യത്യാസം വന്നു. അനേക നാളുകളായി കണ്ണുനീരും കരച്ചിലും കൂലി വിളിയുമായിരുന്നു. ഒരു നടന്നോ? ഇല്ല. കവനന്റ് ആണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇവിടെ ഏലിയാവ് എന്താ ചെയ്യുന്നത്? ഏലിയാവ് കവനന്റ് പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു, 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു. വെള്ളമെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. യാഗപീഠത്തിന് ചുറ്റും വെള്ളം ഒഴുകി, തോട്ടിലും വെള്ളം നിറച്ചു. അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏലിയാവിന്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് കേട്ടാണ്. 36-ാമത്തെ വാക്യം, 36, 37-ാമത്തെ വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്ന് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ ഇനി വേറൊരാളുടെ വായിച്ചാണ് ആ വാക്യം. വേറൊരാളുടെ വായിച്ചേ. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്ന് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ. നീ യഹോവ തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിനെ എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. എത്ര നേരത്തെ പ്രാർത്ഥനയുണ്ട്? സെക്കൻഡ് നേരത്തെ പ്രാർത്ഥനയുണ്ട്. നമ്മളാണ് എങ്ങനെ പ്രാർത്ഥിച്ചേനെ? പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ. പിന്നെ ഡയലോഗുകളെല്ലാം ചേർത്ത് ഒരു ആദ്യത്തെ ഇൻഫോർമേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ച പ്രകാരം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന കർത്താവേ. ഇവിടെയുള്ള എല്ലാവരും കാണണം കർത്താവേ. നീയാണ് ദൈവം എന്ന് കാണണം കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ കാണണം കർത്താവേ. അങ്ങനെ ചെയ്യണേ, ആരെ ചെയ്യണം. പിന്നെ ഒരുപാട് മണിക്കൂർ നേരം ഉപായ രൂപേണ എന്ത് ചെയ്യും? വെച്ച് പ്രാർത്ഥിക്കും. ഈ പുള്ളി അങ്ങനെ വല്ലതും പ്രാർത്ഥിച്ചോ? ഇല്ല. ഞങ്ങൾ നിന്റെ കൽപ്പന പ്രകാരം ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഇവരെല്ലാം അറിയുമാറാകണം. അവരറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ചെയ്തത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇത് തന്നെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം വാചകമടിയും കൊണ്ട് കിടക്കുകയാണ്. നമ്മുടെ വാചകമടി സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവ ഇഷ്ടപ്രകാരം പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിന് നമ്മുടെ പ്രാർത്ഥനാ സ്റ്റൈലിനെ എന്ത് ചെയ്യണം? മാറ്റണം. ആർക്ക് വേണ്ടിയാ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ. നാട്ടുകാരെ കേൾപ്പിക്കാനല്ല. നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹാരം വരുത്തണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വായിക്കണം. എന്നിട്ട് ഇതിന്റെ ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കണം. ദൈവമക്കളെ, ഞാൻ ഈ ദൈവവചനം ഡെയിലി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ 4-5 പ്രസംഗമെങ്കിലും 3-4 പ്രസംഗമെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും? കേൾക്കുന്നതെല്ലാം എന്തിനാണെന്നറിയാമോ? കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത്, അതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി അതിൻ്റെ വെളിപ്പാട് കിട്ടിയതിന് ശേഷം പിന്നെ ഓടി വന്ന് ഇതിനകത്ത് നോക്കും. ഇതിനകത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മക്കളെ, നിങ്ങൾ കർത്താവിനോട് കൂടെ നടക്കാൻ പഠിക്കണം. ഈ വചനം ധ്യാനിക്കണം. രാവും പകലും ധ്യാനിക്കണം. നിങ്ങൾ കൃതാർത്ഥരാകും. നിങ്ങൾ സക്സസ് ആകും. നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരമുണ്ടാകും. സകല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? ഒന്ന് വായിച്ചാട്ടെ.
38ാമത്തെ വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അപ്പം യഹോവ തന്നെ ഈ തീ ഇറങ്ങാനും വെള്ളം ഇറങ്ങാനും അല്ലെങ്കിൽ വെള്ളം പറ്റിക്കാനും ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി എത്ര സെക്കൻഡ് നേരത്തെ പ്രാർത്ഥന എടുത്തു? 30 സെക്കൻഡ് എടുത്ത പ്രാർത്ഥനയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രവാചകൻ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏലിയ പ്രവാചകനാണോ വലിയ ആള് അതോ നമ്മളാണോ? നമ്മളാ വലിയത്. ആരാ? നമ്മളാ വലിയത്. കൊച്ചുമോളി സിസ്റ്റർ പറഞ്ഞു, പക്ഷെ മറ്റുള്ളവർ സമ്മതിക്കണ്ടേ? കൊച്ചുമോളി സിസ്റ്റർ സമ്മതിച്ചു. സുസമ്മാമ എന്ന് പറയുന്നത് നമ്മളാണോ ഏലിയ വന്ന വലിയാണ്? നമ്മൾ ദൈവകൃപയിൽ നിന്നാ നമ്മളാ വലിയവരെ, അതുപോലെ ദൈവത്തിന്റെ അവിടെ ചേർന്ന് അപ്പൊ നടക്കണം. നിങ്ങൾ അമ്മാമ ഏത് കൃപയിലാ നിൽക്കുന്നത്? അപ്പം സാധാരണ കൃപയിലാണോ? അല്ല ദൈവകൃപയിൽ തന്നെ In Christ. അവിടെ എവിടെ എഴുതിയിരിക്കുന്നത്? ദൈവകൃപയിൽ നിന്നാൽ ഇവിടെ നിങ്ങൾ വലിയ ആൾക്കാരാന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? No. നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഇത്രയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ തലയിൽ എന്താ കേറാത്തത്? മാത്യു 11:11 വായിച്ചേ. ഒരു 3-4 പേര് വായിച്ചാട്ടെ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഓടിച്ചിട്ട് വായിച്ചേ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇംഗ്ലീഷ് വായിച്ചേ. Assuredly I say to you, among those born of women, there has not risen one greater than John the Baptist. But he who is least in the kingdom of heaven is greater than he. അപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലാണ് ഗ്രേറ്റർ ദാൻ ഹി ആകുന്നത്? ദൈവരാജ്യത്തിൽ. ഇഫ് യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ യു ആർ ദ ഗ്രേറ്റർ ദാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഈസ് ദാറ്റ് റൈറ്റ്? Yes. പക്ഷെ പെന്തിക്കോസിലാണെന്നോ പറഞ്ഞേക്കുന്നേ. നമ്മൾ ഈ പെന്തിക്കോസിലായി കിടക്കുന്ന ഈ പ്രശ്നം മുഴുവൻ കിടക്കുന്നത് എവിടെയായി കിടക്കുന്നതാ? എവിടെ കിടക്കുക ഇപ്പോഴും? ഒന്ന് വായിച്ച വേറൊരാളുടെ വായിച്ചാട്ട്. ആരുടെയും തലയെ കയറിയിട്ടില്ല ഇതുവരെ. സ്നാപനേക്കാൾ വലിയവൻ ആരും കണ്ടെത്തില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ സ്നാപകനെക്കാട്ടിൽ വലിയവനാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഒരു വിഷയമില്ല. പക്ഷെ ഞാൻ സ്വർഗരാജ്യത്തിലാണ്. നിങ്ങൾക്ക് വേണേ ഞാൻ കയറാം. വായിച്ചു. Truly I say unto you, among those born of women, there is not risen anyone greater than John the Baptist. Yet who is least in the kingdom of heaven is greater than he. അപ്പൊ ഏലിയാവിനെക്കാട്ടി വലിയ ആളാണോ അതോ ചെറിയ ആളാണോ? ഏലിയാക്കാട്ടും വലിയ ആള്. എന്നിട്ട് നമ്മുടെ വിഷയത്തിൽ നമുക്ക് എന്താ പരിഹാരം വരാത്തത്? നമ്മുടെ കുറവാ. നമ്മൾക്ക് എന്തോ കുറവെന്തോ? നമ്മുടെ കുറവ് നമ്മളവിടെ വലിയ ആളാ. പക്ഷെ നമ്മളെ ഈ നീട്ടി പിടിച്ച പ്രാർത്ഥനയാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം ഈ പുലമ്പുന്നതാണ് ഈ പ്രശ്നം. നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു പിടിപ്പിക്കും ദൈവസന്നിധിയിൽ കുത്തിയിരുന്നുണ്ട്. എന്നിട്ട് അവിടെ പറഞ്ഞത് മാത്രമല്ല പിന്നെ നാട്ടുകാരോടും പറയും. ഇപ്പൊ എന്തായി മോളെ കാര്യം എന്തായി? ഇതുവരെ ഒന്നും ശരിയായിട്ടില്ലെന്നേ. അപ്പൊ പ്രാർത്ഥിച്ചതല്ലേ ഒന്ന് പോയി, പിന്നെയും 0 ആയി. ഈ നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചിട്ടുണ്ടോ? സ്നേക്ക് ആൻഡ് ലാഡർ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടോ? സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറയുന്ന സാധനം. ഈ 99 വരുന്നുണ്ടെ ഒരു പാമ്പ് അതിനകത്ത് ഇരിപ്പുണ്ട്. അത് വിഴുങ്ങി പിന്നെ രണ്ടാമത്തെ വരും. അങ്ങനെയാണ് ഈ പെന്തക്കോസ്തുകാർ മുഴുവനും. പിന്നെ 99 വരെ കയറി ചെല്ലും. അപ്പൊ ആ പാമ്പിന്റെ വാലോട്ട് ചെന്ന് ചാടി വീഴും. പിന്നെയും വരും രണ്ടാമത്തെ. പിന്നെയും തപ്പി പിടിച്ച് വെള്ളോട്ട് കയറിപ്പോവും. പിന്നെ 99 താഴോട്ട് വരും. ഇതാണ് ഈ പ്രശ്നം മുഴുവനും. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ കവനന്റ് മുന്നേ വെക്കണം. According to the covenant, you have to approach the Lord. നിങ്ങൾ അങ്ങനെയാണ് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടത്. വളരെ സിമ്പിളാ. കവനന്റ് എവിടെ എഴുതിയിരിക്കുന്നത്?
കർത്താവ് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ കവനന്റാ. ആമേൻ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. You say Mark 11:24. മാർക്ക് അതുകൊണ്ട് നിങ്ങൾ 11:24. പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അത് ഞാൻ യാചനയാണ് ഈ പ്രശ്നം മുഴുവനും. വായിച്ച ഇംഗ്ലീഷിൽ. Therefore I say to you, whatever things you ask when you pray, believe that you receive them and you will have them. Okay, what is that meaning? When you pray, you believe that you receive it, you will have them. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ ഇപ്പൊ വിശ്വസിച്ചാൽ നാളെ കിട്ടും. പിന്നെ നമ്മളോട് പറയുന്ന ആൾക്കാരെല്ലാം പറയുന്നത് തന്നെയാണ്, എനിക്ക് വേണ്ടി എന്തോ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ പ്രാർത്ഥിച്ചോണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചതാണോ അതിന്റെ അർത്ഥം? അല്ല, വിശ്വസിക്കുന്നതാണോ അതിന്റെ അർത്ഥം? അല്ല. അല്ല, വിശ്വസിക്കുന്നുമില്ല, വിശ്വസിക്കാനും പോകുന്നില്ലെന്ന് അതിന്റെ അർത്ഥം. നമ്മളെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. എന്നോട് പറയരുത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, വിട്ടു, കഴിഞ്ഞു, അത് കഴിഞ്ഞു, അത് നടന്നു കഴിഞ്ഞു. നടക്കണം. ആമേൻ. ഹലോ, സ്തോത്രം. കർത്താവാ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചോ അത് കിട്ടിയിരിക്കും. ആരാ പറഞ്ഞത്? യേശുവാ പറഞ്ഞത്. യേശുവിനെക്കാട്ടി കൂടുതൽ പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ബൈബിൾ പറയും നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉപദേശിമാര് പറയും ചോദിക്കുന്നതെല്ലാം. അപ്പം ദൈവത്തിന് കോൺട്രാഡിക്റ്റ് അടിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെ ശരിയാകും? ആ ഉപദേശം ശരിയാകത്തില്ല, ഉപദേശം ശരിയാകത്തില്ല. ശരിയാകുമോ? ശരിയാകുമോ അയ്പൂറേ? കർത്താവിനോടുകൂടെ നടക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നത്. നിങ്ങളിൽ കൂടി ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ നടക്കണം. ഈ ആഴ്ചയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. അടുത്ത ആഴ്ചയില് പറയണം അത്ഭുതം നടന്നുവെന്ന്. രഞ്ജിത്ത് പറയാറെ ഈ ആഴ്ചയിൽ ഭയങ്കര അത്ഭുതം നടക്കാൻ പോവാ നിങ്ങളുടെ ജീവിതത്തില്. Something is greater things you are going to see in this week. Amen. I don't know what is that. What are you praying for it? കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച ഏതോ ഒരു വിഷയത്തിന് ഭയങ്കരമായിട്ടൊരു അത്ഭുതം ഈ ആഴ്ച കാണാൻ പോവുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.